അങ്ങനെ ഞങ്ങളൊരു പുതിയ സ്കൂട്ടർ വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. ജൂപ്പിറ്റർ 125. പച്ച കളറായതുകൊണ്ട് പച്ചപ്പിൽ നിർത്തിയിട്ടാൽ വണ്ടി ഏതാ പുല്ല് ഏതാന്ന് മനസ്സിലാവാത്തൊരു കളറായിപ്പോയി. കുഴപ്പമില്ല, വാങ്ങിച്ചു പോയില്ലേ. എന്നാൽ പിന്നെ വണ്ടി പൂജിക്കാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. പൂജിക്കണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ഷീട്ടാക്കണം. കൂടെ 5 പുഷ്പാഞ്ജലിയും നല്ല സമയമായതുകൊണ്ട് ഒരു ശത്രു സംഹാര പൂജയും കഴിച്ചു. പിന്നെ പ്രാർത്ഥിച്ച ശേഷം ഒരേ ഒരു ഇരിപ്പായിരുന്നു, നമ്പൂതിരിയെയും കാത്തിരുന്ന് മടുത്തപ്പോൾ മതിലിനപ്പുറം ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു അമ്മൂമ്മ പ്രസാദം കൊടുക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, പായസം അങ്ങ് തട്ടി പാർസലും ചെയ്തു. പിന്നെ അറിയാലോ, ഇതാണ് മെയിൻ. കാത്തിരിപ്പ് നീളുകയാണല്ലോ ഗൈസ്. ഒടുവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പൂജയും കഴിഞ്ഞ് മഴ നനഞ്ഞ് വീട്ടിലേക്കൊരു യാത്ര. എല്ലാം നല്ലതിനാവട്ടെ.